ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹെഡ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഭരണിക്കകത്ത് കുറച്ച് വൈൻ ഉണ്ടാക്കി വെച്ച് ഓർക്കുന്നുണ്ടോ എല്ലാവരും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21 ഡേയ്സ് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് അത് എന്തായി എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഇന്നാണ് ഇപ്പം അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പക്ഷേ 21 ഡേയ്സ് ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനത് തുറന്ന് ഒരു ചെറിയ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിൻ്റെ കളറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇച്ചിരി കളർ ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്കിത് വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ കുറച്ച് ദിവസം മുൻപ് നമ്മൾ കെട്ടിവെച്ച ഭരണി ഇപ്പം നമ്മളിത് തുറക്കാൻ പോവുകയാണ്. വാവ്, നല്ലൊരു സ്മെല്ല് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ട, ഇനി ഞാനൊരു അരിപ്പയെ കൂടെ അതൊന്ന് അരിക്കുവാണ്. അധികം ഒന്ന് കലങ്ങി വരാതെ, അതുകൊണ്ടാണ് കാര്യമായിട്ട് ഇളക്കാതെ മെല്ലെ അരിക്കുന്നത്. ഇതിപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കക്കുട്ടന്മാർ കുറച്ച് വന്ന് ചാടി. നമ്മൾ ഈ ഏലക്ക എല്ലാ വൈനിലും ഇടുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു രുചിക്കും മണത്തിനൊക്കെ തന്നെയാണ് നമ്മൾ ഏലക്ക ഇടാറ്. കണ്ടോ, ഇപ്പം ആ ഗോതമ്പ് കൂട്ടന്മാർ നോക്കിക്ക് നല്ലപോലെ വീഞ്ഞൊക്കെ കുടിച്ച് വീർത്തിരിക്കുന്നുണ്ട്. ഞാനത് അധികം ഇളക്കാതെ അങ്ങ് മാറ്റി വെക്കുകയാണ്. അത് ബാക്കിയുള്ളത് ഞാൻ പിന്നീട് അരിച്ചെടുത്തോളും. ഇതാ, ഇനിയിപ്പം അവന്മാരെല്ലാം കൂടെ ഒന്ന് എടുത്ത് കളയണം. അരിച്ചപ്പോൾ കണ്ടില്ല, കുറച്ചൊരു ഡാർക്ക് കളറെന്ന് ഞാൻ പറഞ്ഞ ഇതാണ്. പക്ഷെ നമ്മൾ തനിയെപ്പെട്ട് നോക്കുമ്പോൾ അത്ര വലിയ കളറ് ഡാർക്കായിട്ട് തോന്നുന്നില്ല കേട്ടോ. കണ്ടോ, നല്ല സ്വർണ്ണ കളറുള്ള അടപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ നല്ലപോലെ 2 ചെറിയ വൈൻ്റെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് നോക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ അത്ര വലിയ ഡാർക്ക് കളറായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ദിവസം താമസിച്ചത് കൊണ്ട് ആ വൈനൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അത് സമ്മതിച്ചേ പറ്റൂ. ഈ ഒരു തവി ഉണ്ടല്ലോ ഞാൻ അളന്നൊഴിക്കുന്നത്, എൻ്റെ മൂത്ത ചേച്ചി ഗോവയിൽ ഇരിക്കുമ്പം അവരടുത്തത് പോയ സമയത്ത് കണ്ടതാണ് ഞാൻ. എന്നിട്ട് അവിടെ അടുത്തുള്ളൊരു പള്ളിയുടെ പെരുന്നാളിന് നോവേമിലൊരു ചേർച്ചിലെ ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചത് അതാണ് കേട്ടോ. കേട്ടോ, എൻ്റെ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗോൾഡൻ അടപ്പുള്ളത്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹാവ്, എന്തൊക്കെയാന്ന് പറഞ്ഞാലും അന്ന് ആ 21st ഡേ ഞാൻ ടേസ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു കടുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ, ഞാൻ നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ച് വെച്ച ഒരു ക്രോക്കറി ജാറുണ്ട്, അതിനകത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒഴിക്കുമ്പോൾ വലിയൊരു ഡാർക്ക് കളറൊന്നും തോന്നുന്നില്ല. പക്ഷെ അത് മൊത്തമായിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഡാർക്ക് ബ്രൗൺ കളറായ പോലെ തോന്നും. ഇനി ഞാൻ ആ ബാക്കിയുള്ളത് ഞാൻ പിന്നീട് അരിച്ചെടുത്തോളും. കണ്ട, ഇതിപ്പോൾ നല്ലതുപോലെ അടച്ച് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പം ഗോതമ്പിൻ്റെ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാൻ ആ 2 കവള് കുടിക്കാൻ ഓർത്തു, പക്ഷെ കുറച്ച് കുടിച്ച് നിർത്തി കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ല, ഒരു 1/2 kg ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വൈൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.